ഹസ്കിങ് കോഡ് അല്ലെങ്കിൽ എമർജൻസി ആക്ഷൻ കോഡ് ഇത്തരം വാഹനങ്ങളിൽ കൊണ്ടുവന്നത് പെട്രോളിയം പ്രോഡക്ട്സും പിന്നെ രാസവസ്തുക്കളും ഒക്കെയാണ്. അതായത് അപകടമുണ്ടാവാൻ ചാൻസ് കൂടുതലുള്ള പദാർത്ഥങ്ങൾ. ഈ രാസവസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ, ഇപ്പൊ തീ പിടിക്കുകയോ ചോർച്ചയോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. ഈ ഹസ്കിങ് കോഡ് എങ്ങനെ വായിക്കാം? ഹസ്കിങ് കോഡിൽ ഒരു സംഖ്യ ഉണ്ടാവും, ഒന്നോ രണ്ടോ അക്ഷരങ്ങളും ചേർന്നതാവും. ആദ്യത്തെ സംഖ്യ അത് സൂചിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള അഗ്നിശമന ഉപകരണം വേണം. അതായത് 1 ആണെങ്കിൽ വാട്ടർ ജെറ്റ്, 2 ആണെങ്കിൽ ഫോഗ്, 3 ആണെങ്കിൽ ഫോം പത, 4 ആണെങ്കിൽ ഡ്രൈ ഏജന്റ്. ആദ്യത്തെ സംഖ്യ കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ അക്ഷരങ്ങൾ 2 കാറ്റഗറി ആയിട്ടിരിക്കാം. PRST. അതിനകത്തുള്ള രാസവസ്തുക്കൾ നേർപ്പിക്കണം, ഡൈല്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. അതേപോലെ WXYZ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള അക്ഷരമാണ് നമ്മൾ ആ ഒരു അസ്കി കോഡിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ടാങ്കറിലുള്ള രാസവസ്തു ഈ ഡ്രെയിനേജിലോട്ടോ ജലവുമായിട്ട് ഈ രാസവസ്തു സമ്പർക്കം ഉണ്ടാകുന്നത് തടയണം. പിന്നെയുള്ള 2 അക്ഷരങ്ങളാണ് വിയും ഇയും. ഹസ്കിങ് കോഡിൽ വി ഒരു അക്ഷരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടമാണ്. ഇ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ ഉള്ള ആൾക്കാരെ ഒഴിപ്പിക്കുക, അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പം അവിടത്തുള്ള ആൾക്കാരെ എല്ലാം പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കുക എന്നാണ് അവിടെ മീനിങ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ പെട്രോൾ കൊണ്ടുപോകുന്ന ഒരു വാഹനം, അതിനകത്ത് ഹസ്കി കോഡ് എന്ന് പറയുന്നത് 3YE എന്നായിരിക്കും. 3 എന്ന് ഉദ്ദേശിക്കുന്നത് 1 വാട്ടർ ജെറ്റ് ആണ്, 2 ഫോഗ് ആണ്, 3 ഫോം ആണ്. അപ്പോൾ ഫോം ഉപയോഗിച്ചിട്ടുള്ള പത ഉപയോഗിച്ചിട്ടുള്ള ഒരു അഗ്നിശമന രീതിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതുപോലെ Y എന്ന് പറയുന്നത് നമുക്കറിയാം, Y എഴുതിയേക്കുന്നത് കൊണ്ട് തന്നെ ഡ്രെയിനേജിലോട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജലവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം എന്നാണ് ഈ Y സൂചിപ്പിക്കുന്നത്. ഈ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇവാക്വേഷൻ തന്നെയാണ്, അവിടെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക.